ഞാൻ ഈ ഒരു പേജിൽ പലതരത്തിലുള്ള ESP32 പ്രോജക്റ്റുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും DIY ആണെങ്കിലും അതുപോലുള്ള പല പ്രോജക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്ന പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾ അറിയാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. അതായത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ESP32 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സത്യമാണ്, ESP32 ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മൈൻ ചെയ്യാൻ പറ്റും. അതിനായിട്ടൊരു ഫേംവെയർ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ESP32 എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളർ മാത്രമല്ല, ഒരു മൈക്രോ കമ്പ്യൂട്ടറും കൂടിയാണ്. അതായത് ഇതിലും CPU ഉണ്ട്, RAM ഉണ്ട്, അതുപോലെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടിംഗ് പവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബിറ്റ്കോയിൻ മൈൻ ചെയ്യാൻ പറ്റും. അതിനായിട്ടൊരു ഫേംവെയർ വേണം. ആ ഒരു ഫേംവെയർ ആണ് NM മൈനർ. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു ഡിവൈസിനകത്ത് NM മൈനർ ഫേംവെയർ ആണ് റൺ ആവുന്നത്. ഈ ഒരു ഫേംവെയറിൻ്റെ കോൺഫിഗറേഷനകത്ത് ക്രിപ്റ്റോ വാലറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ആയി കൊടുത്താൽ മാത്രം മതി, മൈനിങ് സ്റ്റാർട്ട് ആയിക്കോളും. ഈ ഒരു മൈനിങ്ങിനെ റിഗ്വേഷനുള്ള മൈനിങ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. കാരണം ESP32 എന്ന് പറയുന്നത് ഒരു ടൈനി പവറാണ്. അതുകൊണ്ട് തന്നെ ഒരു 100 ESP32 ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മൈൻ ചെയ്ത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ NM മൈനർ എന്ന് പറഞ്ഞ ഫേംവെയർ ഒരു പെയ്ഡ് ഫേംവെയർ ആണ്. ആക്ടിവേഷൻ കീ ഇല്ലാതെ ഈ ഒരു ഫേംവെയർ ഉപയോഗിക്കേണ്ട പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മെഷ്നോളജിയിൽ നിന്ന് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഫേംവെയർ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ESP32 ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഡിവൈസ് വാങ്ങിക്കാൻ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം.